ഹലോ ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമ്മൾ ഈ രാത്രി എങ്ങോട്ടാണ് പോണതെന്ന് വെച്ചാൽ നമ്മളൊരു സെക്കൻഡ് ഷോ കാണാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കാണാൻ പോയ സിനിമ ഹലോ മമ്മി എന്ന് പറഞ്ഞ സിനിമയാണ് സെക്കൻഡ് ഷോ കാണാൻ പോയത്. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ്. ഇത് മമ്മൂട്ടീൻ്റെ സിനിമയാണ് കളങ്കാവൽ. അങ്ങനെ ഉണ്ടല്ലേ സിനിമേൻ്റെ പേര്? തന്നെ കളങ്കാവൽ. നമ്മൾ പോയത് രേവതി തിയേറ്ററിലാണ്. കുളമടയിലുള്ള പാരിപ്പള്ളി കുളമടയിലുള്ള രേവതിയിലാണ് പോയത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട് ബ്രോസ്റ്റഡൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. അങ്ങനെ അവിടെയൊക്കെ ഒരു ബർഗർ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ചേട്ടന് ഭയങ്കര ക്ഷീണവും ദാഹമൊക്കെ കൊണ്ട് ലൈം വേണമെന്ന് പറഞ്ഞു. ഇവിടെ ലൈം ഇല്ല. അങ്ങനെ തൊട്ടപ്പുറത്തുള്ള മന്തിക്കടയിൽ പോയി ഒരു ലൈം കുടിക്കാനാണ് പോയത്. അത് കഴിഞ്ഞ് പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ മിനി ബർഗർ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു. ഞങ്ങൾ ഒരു കല്യാണം കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ അവർക്കൊരു കമ്പനിക്ക് കൂടെ പോയതാണ്. അങ്ങനെ 4 മിനി ബർഗറും 2 റെഗുലർ ബർഗറും വാങ്ങിച്ച്. ഞങ്ങളൊരു മിനി ബർഗറാണ് വാങ്ങിച്ചത്. നമുക്ക് 2 പേർക്കും കൂടി ഒന്ന് മതിയായിരുന്നു. കല്യാണത്തിന് പോയി ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ വീത്തിരിക്കുകയായിരുന്നു. മിനി ബർഗർ എന്ന് പറഞ്ഞാൽ ഇതൊരു യമണ്ട ബർഗറായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 8 മണിക്ക് മുമ്പേ ഇറങ്ങി. 7:30 ഒക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി. ഇവിടെ എത്തിയപ്പോൾ ഒരു 8:15 അങ്ങോട്ടായി. പിന്നെ ഇവിടെ കുറേ നേരം ഇരുന്ന് ബർഗറൊക്കെ കഴിച്ച് കുറേ നേരം ചില്ലടിച്ചിട്ടാണ് പോയത്. കാരണം 9:15 ഷോ. ഇത്തിരി സമയം എടുക്കുമായിരുന്നു. പിന്നെ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ അനിയനൊക്കെ പോയി ഫസ്റ്റ് ഷോ പോയി കണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ വന്നതിന് ശേഷം അത് കഴിഞ്ഞ് അവർ നേരെ അങ്ങ് പോയി. നമ്മുടെ കൂടെ ബർഗറൊക്കെ കഴിച്ചിട്ട് അവരങ്ങ് പോയി. അതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഷോയ്ക്ക് കാണാൻ വരുന്നത്. അവർ ധൈര്യത്തിലാണ് പോണത്. സൂപ്പർ സിനിമ ആയിരിക്കും എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ പോണത്. റിവ്യൂ ഒക്കെ കുറേ കണ്ടപ്പോഴത്തേക്കും മമ്മൂട്ടീൻ്റെ പക്ക അഭിനയം, കുറേ നാൾ കൂടിയിട്ടാണ് കാണുന്നത് എന്നൊക്കെ ഇതൊക്കെ കുറേ കണ്ടിട്ട് ഹൈപ്പ് കയറ്റിയാണ് പോണത്. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താണെന്ന്. പിന്നെ നമ്മൾ അവിടെ തിയേറ്ററിലെത്തി. സിനിമേൻ്റെ പേര് കളങ്കാവൽ എന്ന് തന്നെയാണ്. അതിനൊരു കാര്യം പറയും, ഇവിടെ ഒരു വലിയൊരു കോമഡിയാണെന്ന്. ചേട്ടനൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഫയർ അലാം എന്ന് പറഞ്ഞൊരു സാധനം ദാണ്ടെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ചേട്ടൻ നല്ല ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ ദൂരെ നോക്കും ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് കണ്ണോടിച്ച് വായിക്കുമ്പോൾ ചേട്ടൻ വായിച്ചത് ഫ്രീ അൽഫാം താഴോട്ടുണ്ട് എന്നാണ്. അയ്യോ, നമ്മളെല്ലാവരും കൂടി കേട്ട് ചിരിച്ചിരിച്ച് ഉപ്പാടളവി. സീരിയസ്ലി ദൂരെ നോക്കിയാൽ ആർക്കായാലും വെക്കാൻ തോന്നുന്ന ഫ്രീ അൽഫാം എന്നാണ്. വേറൊരു കാര്യം, നമ്മൾ ഏറ്റവും ബാക്കിലത്തെ സോഫ സീറ്റിലാണ് ഇരുന്നത്. സോഫ സീറ്റ് എന്ന് പറഞ്ഞാണ് അതിനകത്ത് കൊടുത്തിരുന്നത്. പക്ഷേ ഏകദേശം എല്ലാം ഒരു സീറ്റ് തന്നെയായിരുന്നത്. ചുമ്മാ ബാക്കിൽ പോയി എങ്കിലും ബാക്കിലിരുന്ന വൈബ് തന്നെ നല്ലപോലെ നമുക്ക് കാണാം, കേൾക്കാം. എല്ലാം സൂപ്പറായിരുന്നു. സീരിയസ്ലി ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലവണ്ണം ഇഷ്ടപ്പെടാത്തവരും കാണുമായിരിക്കും. എനിക്ക് പേഴ്സണലി കോമഡി സിനിമാസാണ് കൂടുതലും ഇഷ്ടം. ഇത് കോമഡി അല്ല എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. പിന്നെ ചേട്ടൻ ക്ഷീണത്തിലായിരുന്നു. തുടക്കമേ ഉറങ്ങിപ്പോയി. ഇടയ്ക്ക് ഉണരും, ഇടയ്ക്ക് ഉറങ്ങും. ആ ഒരു സിറ്റുവേഷനായിപ്പോയി. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സ്വാഭാവികം ക്ഷീണം വരും. എല്ലാവരും പോയി കാണും. ഇതിനകത്തൊരു ചെറിയൊരു മെസ്സേജ് ഉണ്ട്, കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. എന്താണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.